ഒരുപാട് നാളുകൾക്ക് ശേഷമാണ് ഞങ്ങളൊരു ഹിന്ദു മാരേജ് ഫംഗ്ഷന് പോകുന്നത്. ഇത് കോട്ടയം തെള്ളാത്തുള്ളൊരു DMC കൺവെൻഷൻ സെൻറ്ററിൽ വെച്ചിട്ടുള്ളൊരു മാരേജ് ഫംഗ്ഷനായിരുന്നു. അത്യാവശ്യം നല്ല ഡെക്കറേഷനും കാര്യങ്ങളും ഒക്കെ ഉണ്ടെന്ന് മാത്രമല്ല, വളരെ നല്ലൊരു കാം ആൻഡ് ക്വയറ്റ് ആയിട്ടുള്ളൊരു മാരേജ് ഫംഗ്ഷനായിരുന്നു. ഞാൻ ഉദ്ദേശിച്ച ഡാൻസും ആപ്പുവിളികളും ഒന്നുമില്ലാതെ വയലിനും ഒക്കെ ആയിട്ട് കഥകളിയുടെ കൂടെയുള്ള വേഷം എന്താണെന്ന് എനിക്കറിയില്ല. പക്ഷേ എവലൂട്ടൻ ഇതൊക്കെ ഒരു ഫസ്റ്റ് എക്സ്പീരിയൻസ് ആയിരുന്നു. പിന്നെ ഞങ്ങൾ ഫോട്ടോസൊക്കെ എടുത്തു. മെയിനായിട്ട് ഫുഡിലോട്ടാണ്. അവരാദ്യമായിട്ട് ഈ ഇലയിട്ടുള്ള ഭക്ഷണം ഒക്കെ സദ്യ കൊണ്ടുവന്നത്. ഞാൻ ഉദ്ദേശിച്ചത് ഓണത്തിന് ഉണ്ടാറുണ്ട്, പക്ഷെ കല്യാണത്തിനൊക്കെ ആദ്യമായിട്ടാണ് വരുന്നത്. എല്ലാ തൊടുകറികളും മധുരക്കറികളും പപ്പടവും എല്ലാം വന്നു. ചോറ് വന്നു. അടപ്രഥമനും പായസവും ഒക്കെ കഴിച്ചെങ്കിലും യൂട്യൂബിലൊക്കെ ഒരുപാട് കണ്ടിട്ടുള്ളൊരു എക്സ്പീരിയൻസ് ചെയ്തതാണ് ഈ ബോളിയും പാലട പ്രഥമനും. അത് ആദ്യമായിട്ടാട്ടോ ഞങ്ങൾ ടേസ്റ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ വളരെ തൃപ്തി തരുന്നൊരു സദ്യ തന്നെയാണെന്ന് പറയാൻ പറ്റും. സദ്യയൊക്കെ ഉണ്ട്. കുറച്ച് നേരം കഴിഞ്ഞ് ഞങ്ങൾ പോയി കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്ത് രജിച്ചേട്ടൻ പെങ്ങളുടെ വീട് അഖിലേച്ചിയുടെ വീട് തൊട്ടടുത്തായതുകൊണ്ട് ഞങ്ങൾ അങ്ങോട്ടും കൂടെ പോയി. നിളമോളാണെങ്കിൽ വീടിന് ഫ്രണ്ടിൽ തന്നെ നിൽപ്പുണ്ടായിരുന്നു. പിള്ളേർ സെറ്റ് ആദ്യം തന്നെ ചെന്ന് കളിപ്പാട്ടവും കാര്യങ്ങളും ഒക്കെ തന്നെ എടുത്ത് ആദ്യം കൈക്കലാക്കി. ഏവലൂട്ടനാണെങ്കിൽ 2 ഓട്ടോ മാത്രം മതിയെന്ന് പറഞ്ഞ് അവനാണെങ്കിൽ അതെടുത്ത് അവൻ്റെ സ്ഥാനം ഉറപ്പിച്ചു. പിന്നെ വീട്ടിലെ മുതിർന്നവൻ എന്തെന്ന് ചോദിച്ചാൽ ഒരു മേശ കിട്ടിയാൽ പിന്നെ പുതിയ സാരിയുടെയും ചുരിദാറിൻ്റെയും കളക്ഷൻസിനെ കുറിച്ച് പറയുകയാണ് അവരുടെ വിനോദം. അതിൽ സ്വർഗത്തിലെ കട്ടറുമ്പിനെ പോലെ രഞ്ജേട്ടനും ഇരിപ്പുണ്ട്. സദ്യ കഴിഞ്ഞാൽ ഒരല്പം മധുരം എന്ന് പറയണ പോലെ കളി കഴിഞ്ഞാൽ അല്പം മധുരം എന്നുള്ള രീതിയിലായി അവർ. കളിപ്പാട്ടം വരുന്നത് പിന്നെ വലിയവരുടെ ചുമതലയാണല്ലോ.